അസ്സലാമലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയിറച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കല്ലിൽ ചതച്ച ഇടിയിറച്ചിയാണ് ഇത്. അത് കഴിഞ്ഞ് നാര് പോലെ വരുന്നതിന് ഞാൻ മിക്സിയിലിട്ട് ഞാൻ രണ്ടാമത് ചതച്ചെടുത്തു. ഇപ്പോൾ ക്ലിയറായി. അപ്പം അത് ഞാൻ ചതച്ചെടുത്ത് എല്ലാം ഒരു പാത്രത്തിലാക്കി. ഇനി അടുത്തത് നമുക്ക് ഇതിന് വേണ്ട ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം ചതച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കണം. മിക്സിയിലിട്ട് ചതച്ചാൽ അത് സെറ്റാകത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. ഓരോന്ന് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ വറ്റൽമുളക് എല്ലാത്തിനെയും ചതയ്ക്കണ്ട, അതായത് കുറച്ച് അരിഞ്ഞ് മാറ്റി വെക്കണം. അതിൻ്റെ കൂടെ ഇട്ട് നല്ല താളിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും. അതിനാണ് വറ്റൽമുളക് അങ്ങനെ ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നല്ലതുപോലെ ഇടിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ നമുക്കൊരു പാൻ വെച്ചു. അതിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിച്ചു. ആദ്യം കടുക് താളിക്കാനിടണം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിൽ ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടു. അത് കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കിടാം. അത് നല്ല പച്ച മണം മാറുന്നത് വരെ അത് നല്ല വഴറ്റിയെടുക്കേണ്ടതാണ്. ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും. ഒരുപാട് വലിയ തീയിലാകുമ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ പൊടി ഇടേണ്ടത്. അതിനെ നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ച് വഴറ്റുക. അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിയുമ്പോൾ ഗരം മസാല ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇടിയിറച്ചിയിൽ നമ്മൾ ഉപ്പിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതിയാകും. എന്നിട്ട് കുറച്ച് ഇടിയിറച്ചി ഇതിൽ ചേർത്ത് കൊടുത്ത് ഇളക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഉള്ളി ഇടുന്നില്ല. ഉള്ളി ഇട്ടാൽ കുറേ നാളിരിക്കത്തില്ല, അതുകൊണ്ട് ഉള്ളി ഇട്ടിട്ടില്ല. എന്നിട്ട് ചെറിയ സ്ലോയിൽ വെച്ച് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല ചെറിയ തീയിലാകുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്യുക. പിന്നെ ഇത് കുറേ നാളത്തേക്ക് ഇരിക്കും. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സവോള, തക്കാളി ഇതെല്ലാം വഴറ്റി കുറേശ്ശെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെ തന്നെ വെക്കണം. ഉള്ളിയൊന്നും ഇടാത്തതുകൊണ്ട് ചീത്തയാകത്തില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ